കേഡർ പോസ്റ്റുകളുണ്ട്. കേഡർ പോസ്റ്റുകളിൽ IAS തന്നെ നിയമിക്കണം എന്ന് നിർബന്ധമുള്ള പോസ്റ്റുകളുണ്ട്. അവിടെ കൊണ്ടുപോയി പിണറായി സർക്കാർ സൗകര്യമുള്ളവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്, പോലീസുകാരെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമനങ്ങൾ, അതായത് പിണറായി വിജയൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ പിണറായി വിജയൻ തീരുമാനിച്ച് ഒപ്പിട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും പിണറായി വിജയൻ്റെ മുഖത്ത് ഏറ്റ അടിയാണിത്. ഇത്തരം പരിപാടികളൊന്നും വേണ്ട. പിന്നെ ഈ പിണറായി വിജയൻ ഈ സർക്കാർ വന്നിട്ടല്ല, പിണറായി വിജയൻ 2016 വന്ന ശേഷം 10 കൊല്ലമായിട്ട് ഒരു IAS സ്ഥലം മാറ്റുമ്പോഴൊക്കെ ഇത് സിവിൽ സർവീസ് ബോർഡിൻ്റെ അനുമതി, സിവിൽ സർവീസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സിവിൽ സർവീസ് ബോർഡ്. ആ ബോർഡ് യോഗമേ ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ബോർഡിനോട് ചോദിക്കാതെയാണ് ഈ ഉള്ള സ്ഥലം മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അശോക കൊണ്ടുപോയി കാറ്റിൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തതിൽ പിന്നെ ആണ് ഒരു തവണ ഈ സിവിൽ സർവീസ് ബോർഡ് ചേർന്നതെന്ന് നമുക്ക് ഈ കേസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈ പദവികൾക്ക് പുനർനാമകരണമൊക്കെ ചെയ്യുക, എന്നിട്ട് കേഡർ തസ്തികകളിൽ ഒഴിച്ചിടുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ സർക്കാർ ധാരാളമായിട്ട് ചെയ്തതിനെയൊക്കെ നിശിതമായിട്ട് ഈ വിധിയുടെ അകത്ത് വിമർശിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.